അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്ത രക്ഷയും അങ്ങയുടെ കരുണയും എന്നിൽ ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്ത രക്ഷയും അങ്ങയുടെ കരുണയും എന്നിൽ ചൊരിയണമേ. അങ്ങയുടെ വചനത്തെ ഞാൻ ആശ്രയിച്ചതുകൊണ്ട് എന്റെ നിന്ദകർക്ക് ഞാൻ മറുപടി നൽകും. അങ്ങയുടെ ന്യായവിധികൾ ഞാൻ കാത്തിരിക്കുന്നു. സത്യവചനം എന്റെ അധരത്തിൽ നിന്ന് മാറ്റിക്കളയരുതേ. അങ്ങയുടെ പ്രമാണം ഞാൻ എന്നും പാലിക്കും. ദിവ്യകൽപ്പനകൾ ഇഷ്ടപ്പെടുന്നതിനാൽ സ്വസ്ഥതയോടെ ഞാൻ വ്യാപരിക്കും. ഭരണാധികാരികളുടെ മുൻപില് ഞാൻ നീതിപൂർവ്വം സംസാരിക്കും. ഞാൻ ലജ്ജിക്കുകയില്ല. അങ്ങയുടെ പ്രമാണങ്ങൾ എനിക്ക് പ്രിയങ്കരമാകുന്നു. ഞാനവ ധ്യാനിക്കുന്നു. അങ്ങയുടെ കൽപ്പനകൾ ഞാൻ ഇഷ്ടപ്പെടുന്നതിനാൽ അവയിലേക്ക് ഞാൻ കരങ്ങൾ ഉയർത്തുന്നു. പ്രമാണങ്ങൾ ഞാൻ വിചിന്തനം ചെയ്യും. അങ്ങയുടെ വിശ്വസ്തതയാൽ ഞാൻ മഹത്വം പ്രാപിക്കും. കർത്താവേ, അങ്ങയുടെ ദാസനോട് അരുളി ചെയ്ത വചനം ഓർക്കണമേ. അങ്ങയുടെ വചനം എനിക്ക് ജീവൻ നൽകിയതിനാൽ എന്റെ താഴ്മയിൽ ഞാൻ സമാശ്വസിക്കുന്നു. അക്രമികൾ എന്നെ ഞെരുക്കിയെങ്കിലും അങ്ങയുടെ നിയമത്തിൽ നിന്ന് ഞാൻ അകന്നില്ല. ആദ്യം മുതലെയുള്ള അങ്ങയുടെ വിധികൾ കർത്താവേ ഞാൻ അനുസ്മരിക്കുന്നു. അവയിൽ ഞാൻ സമാശ്വസിക്കുന്നു. എനിക്ക് അവ ശിക്ഷണം നൽകുന്നു. പാപികൾ നിയമം പരിധിച്ചിരിക്കുന്നു. അത് എന്നെ ദുഃഖിതനാക്കുന്നു. പ്രവാസഗേഹത്തിലെ എന്റെ മധുരഗീതം അങ്ങയുടെ പ്രമാണങ്ങളാണ്. ആദ്യം മുതലെയുള്ള അങ്ങയുടെ വിധികൾ കർത്താവേ ഞാൻ അനുസ്മരിക്കുന്നു. അവയിൽ ഞാൻ സമാശ്വസിക്കുന്നു. എനിക്ക് അവ ശിക്ഷണം നൽകുന്നു. പാപികൾ നിയമം പരിധിച്ചിരിക്കുന്നു. അത് എന്നെ ദുഃഖിതനാക്കുന്നു. പ്രവാസഗേഹത്തിലെ എന്റെ
മധുരഗീതം അങ്ങയുടെ പ്രമാണങ്ങളാണ്. കർത്താവേ, രാത്രി ഞാൻ തിരുനാമം ഓർക്കുന്നു, അങ്ങയുടെ കൽപ്പന ഞാൻ പാലിക്കുന്നു. പ്രമാണങ്ങളെല്ലാം ഞാൻ കാത്തതിനാൽ അങ്ങ് എന്നെ ആശ്വസിപ്പിച്ചു. കർത്താവേ, അങ്ങാണ് എന്റെ ഓഹരി, കൽപ്പന കാക്കാൻ ഞാനത് ധ്യാനിക്കുന്നു. അങ്ങയുടെ വചനം ഞാൻ ഹൃദയപൂർവ്വം കാത്തിരിക്കുന്നു. അങ്ങയുടെ വാക്കനുസരിച്ച് എന്നെ ജീവിപ്പിക്കണമേ. അങ്ങയുടെ മാർഗം ഞാൻ ധ്യാന വിഷയമാക്കി, അങ്ങയുടെ വഴികളിൽ ഞാൻ കാലുകളൂന്നി. അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കുന്നതിന് ഒട്ടും വൈകാതെ ഞാൻ സന്നദ്ധനായിരിക്കുന്നു. അധർമ്മികളുടെ കുരുക്കുകൾ എന്നെ ചുറ്റിയെങ്കിലും നിയമത്തിൽ നിന്ന് ഞാൻ പിന്മാറിയില്ല. നീതിവിധികളെ പ്രതി അങ്ങയെ സ്തുതിക്കാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റു. അങ്ങേ ഭയപ്പെടുന്നവർക്കും നിയമം പാലിക്കുന്നവർക്കും ഞാനെന്നും സ്നേഹിതനാകുന്നു. ഭൂതലം അങ്ങയുടെ കാരുണ്യത്താൽ നിറഞ്ഞിരിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് ഈ ദാസന് നന്മ ചെയ്യണമേ. വിവേകവും ജ്ഞാനവും നന്മയും എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ കൽപ്പനകളെ ഞാൻ വിശ്വസിക്കുന്നു. താഴ്ത്തപ്പെടുന്നതിന് മുമ്പേ ഞാൻ അങ്ങിൽ വിശ്വസിക്കുകയും അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങ് നല്ലവനും നന്മ ചെയ്യുന്നവനുമാകുന്നു. അങ്ങയുടെ കൽപ്പനകൾ എന്നെ പഠിപ്പിക്കണമേ. അഹങ്കാരികളുടെ ദുഷ്ടത വർദ്ധിച്ചെങ്കിലും പ്രമാണങ്ങൾ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ പാലിച്ചു. അവർ കഠിനഹൃദയരായി തീർന്നു. ഞാനോ അങ്ങയുടെ നിയമം അനുസരിച്ചു. ഇടപെടുത്തൽ എനിക്ക് ഉപകരിച്ചു, അതുമൂലം അങ്ങയുടെ പ്രമാണങ്ങൾ ഞാൻ അഭ്യസിച്ചു. ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ നിയമം എനിക്ക് അഭികാമ്യമാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കുമാമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. രാജാവായ കർത്താവേ, ഞാൻ അങ്ങേ പുകഴ്ത്തും. മിശിഹാരാജൻ തൻ വെളിപാട് സൃഷ്ടികുലത്തെ തെറ്റിൽ നിന്നു വിമോചിച്ചു. പാരമസൂയ നിറഞ്ഞവനാകും ദുഷ്ടപിശാചിൻ ശക്തിയെ നിശിതം നിഹനിച്ചു. സൃഷ്ടികളഖിലം ആരാധിക്കും ആദിവിഹീനൻ നിത്യനവൻ. ദൈവസ്വഭാവമതോടൊപ്പം നിത്യതയാർന്നൊരു ശക്തിയുമാം താതൻ പുത്രൻ റൂഹായാം മൂന്നാളുകളുടെ നാമത്തിൽ മിശിഹ നൽകിയ മാതൃകയിൽ മാമോദീസ കൈക്കൊള്ളാൻ നമ്മെ വിളിക്കുന്നു. ജനതകൾക്കിടയിലങ്ങ് ശക്തി വെളിപ്പെടുത്തി. രക്ഷകനീശോ മിശിഹായേ, നിൻ വെളിപാടിൽ ദയപൂരിതരായി നിലകൊണ്ടു. നരരിൽ തിങ്ങും പാപകടങ്ങൾ മോചിച്ചതുവഴി കനിവോട് സൗഖ്യം പുനരേകി. ചുങ്കക്കാരൻ ദൂരയറിഞ്ഞു അത്യാഗ്രഹമാം ചായ്വുകളെ ജീവിപ്പവനാം ദൈവത്തിൻ ജീവൻ നൽകും കുഞ്ഞാടായി മാനവ പാപം പേറിയിടും. നിന്നെ പാപിനി കണ്ടെത്തി പാപം തിങ്ങും ലോകത്തെ മോചിതമാക്കാൻ വന്നവനാ നീതാൻ സ്തുത്യർഹൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കരുണാവാരിധി കർത്താവേ, നിൻ വലുതാം കരുണയെ വർണ്ണിച്ചിടാനെളുതല്ല. കുഷ്ഠമി എന്നൊരു രോഗിക്കെന്നാൽ വൈദ്യോത്തമനെ
സുഖം നൽകി. നിൻ കൽപ്പനയാൽ അവനിൽ നിന്നും കരകളശേഷം നീക്കി. നീ തെറ്റിൻ വസ്ത്രമുരിഞ്ഞവനെ കൃപയാൽ ആവൃതനാക്കിയനെ. ഞങ്ങളിൽ നിന്നും പാപത്തിൻ കരകളകറ്റാൻ കനിയണമേ. കടമൊഴിവാക്കാൻ വന്നവനെ ക്ഷമയുടെ വരദാം സാഗരമേ. പാപം കഴുകണമേ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം. ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരെ നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവേ ശോമിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്നേഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. രാജാക്കന്മാരുടെ സന്നിധിയിൽ അങ്ങയെ പാടിപ്പുകഴ്ത്തുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. രാജാക്കന്മാരുടെ സന്നിധിയിൽ അങ്ങയെ പാടിപ്പുകഴ്ത്തുന്നു. വിശുദ്ധാലയത്തിൽ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. കൃപയും സത്യത്തെയും പ്രതി തിരുനാമം പ്രകീർത്തിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ വചനം മറ്റെല്ലാ നാമത്തേക്കാൾ അങ്ങ് മഹത്വപ്പെടുത്തി. ഞാൻ വിളിച്ച നാളിൽ അങ്ങെനിക്ക് ഉത്തരമരുളി എൻ്റെ ശക്തി വർദ്ധിപ്പിച്ചു. കർത്താവേ, മരുഭൂമിയിലെ രാജാക്കന്മാരെല്ലാം അങ്ങയെ സ്തുതിക്കട്ടെ. അങ്ങയുടെ വചനം ശ്രവിക്കട്ടെ. കർത്താവിന്റെ വഴികൾ അവർ പുകഴ്ത്തട്ടെ. അവിടുത്തെ മഹത്വം ഉന്നതമാണല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീതിക്കതിരവനാം മിശിഹായേ, നിന്നെ ഞങ്ങൾക്കേകിയതാം
അനുതാപം വഴിയാൽ ശുദ്ധി വരിച്ചിടാൻ ജനതകളെ അഖിലം മാടി വിളിച്ചു നീ. അനുതാപാകുലരായി താവക സവിധത്തിൽ നിന്നുടെ കരുണയ്ക്കായി കീഴുന്നുച്ചത്തിൽ. നിന്നുടെ കണ്ണുകളിൽ ധൂർത്തരു തുല്യമിവർ സ്വർഗധനം മുഴുവൻ കൈവിട്ടോർ ഞങ്ങൾ ചെയ്തിടും പാപം വരുതെന്നാൽ ഞങ്ങളെ അൻപോടെ കൈക്കൊണ്ടിടണമേ. കരുണ നിറഞ്ഞിടും നിൻ കരമൻപോടെ ഞങ്ങളിലേക്കെന്നും നീട്ടണമേ നാഥാ. താതനും ആത്മജനം പാവന റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ ഇപ്പോഴും എന്നേക്കും. വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന 1-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. യോഹന്നാൻ ഏഷ്യയിലുള്ള 7 സഭകൾക്ക് എഴുതുന്നത്: ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായവനിൽ നിന്നും അവന്റെ സിംഹാസന സന്നിധിയിലെ സപ്താത്മാക്കളിൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദിജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിന്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു. ഓരോ മിഴിയും അവിടുത്തെ കാണും. അവനെ കുത്തിമുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും അവനെ ദർശിക്കും. ആമേൻ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു: ഞാൻ ആദിയും അന്തവുമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമായിരുന്നിട്ട് മനുഷ്യനായ യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന വെളിപ്പെടുത്തൽ വഴി നിത്യപിതാവിൽ നിന്നുള്ള ആധികാരികമായ അംഗീകാരത്തിനും സ്നേഹത്തിനും പരസ്യമായി പാത്രീഭൂതനായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. യോർദാനിൽ നീ സ്വീകരിച്ച മാമോദീസ വഴി മനുഷ്യവംശത്തിന് ത്രിത്വരഹസ്യം വെളിപ്പെടുത്തിയ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധാത്മാവിനാലുള്ള മാമോദീസായുടെ ബാഹ്യപ്രകാശനമായി ദൈവാത്മാവിന്റെ ആവാസം പരസ്യമായി സ്വീകരിച്ച കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരസ്യ ജീവിതത്തിന് ഒരുക്കമായി 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥനയുടെയും ത്യാഗത്തിന്റെയും മാതൃക ഞങ്ങൾക്ക് നൽകിയ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ലയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് സമാധാനം നൽകുകയും നിന്റെ മഹത്വപൂർണമായ ആഗമനത്തിൽ ഞങ്ങളെ നീതിമാന്മാരോടൊത്ത് നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ. ആമേൻ.